കർത്താവിൻ്റെ പീഡാനുഭവത്തെ ധ്യാനിക്കുന്ന ഈ സമയത്ത് ഇങ്ങനെ ഒരവസരം ലഭിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് വലിയ വെള്ളിയാഴ്ച, മാനവജാതിയുടെ പാപപരിഹാരത്തിനായി അരുമനാഥൻ കാൽവറിയിൽ യാഗമായതിനെ സ്മരിക്കുന്നു. നമ്മെ സംബന്ധിച്ച് ഇത് ദുഃഖവെള്ളിയാഴ്ചയാണോ അതോ വലിയ വെള്ളിയാഴ്ചയാണോ? അല്പസമയത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 17-ാം വാക്യം. അവർ യേശുവിനെ കയ്യേറ്റു. അവൻ താൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗൊൽഗോഥ എന്നു പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് പോയി. ഈ കുരിശിലേക്കുള്ള വഴിയിലൂടെ നമുക്കും ഒന്ന് സഞ്ചരിക്കാം. അവൻ പോകുമ്പോൾ കുറേനക്കാരനായ ശീമോനെ കണ്ടു. അവനെ ക്രൂശ് ചുമപ്പാൻ നിർബന്ധിച്ചു എന്ന മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 32-ാം വാക്യത്തിൽ വായിക്കുന്നു. സൗഹൃദങ്ങൾ തുണയ്ക്കാത്ത വഴിയാണ് കുരിശിലേക്കുള്ള വഴി. ഞാൻ വിശ്വസിച്ചവനും എൻ്റെ അപ്പം തിന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു എന്ന് സങ്കീർത്തനങ്ങൾ 41-ന്റെ 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. ആത്മസ്നേഹിതന്മാർ അകലുന്ന വഴിയാണ് കുരിശിൻ്റെ വഴി. ഒപ്പം കൂടിയ ശിഷ്യന്മാർ എല്ലാവരും ചിതറിപ്പോയി. കൂടെ നിൽക്കുമെന്ന് കരുതിയവർ ആരും കൂടെയില്ല. നമ്മുടെ ജീവിത വഴികളിലും ഇങ്ങനെ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചവർ വേണ്ട സമയത്ത് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളും കുരിശിൻ്റെ പാതയിലാണ്. വ്യാകുലത്തിൻ്റെ ഗത്സമനയിൽ കൂടെയിരിക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. എന്താണ് ഈ ഗത്സമനയുടെ പ്രത്യേകത? വിയർപ്പ് രക്തമാകുന്ന ഇടമാണ് ഗത്സമന. കാരണമില്ലാതെ ദുഃഖം അനുഭവിക്കുന്നവരാണോ നിങ്ങൾ? നമ്മുടേതല്ലാത്ത തെറ്റിന് മറ്റുള്ളവരാൽ പഴിയും ദുഷിയും ഏൽക്കുന്നവരാണോ? എന്നാൽ നിങ്ങൾ കുരിശിൻ്റെ പാതയിലാണ്. പ്രിയമുള്ളവരെ, നിങ്ങളിൽ ആരെങ്കിലും ഇങ്ങനെയുള്ള അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നവരാണോ? ഒന്നോർക്കുക, കർത്താവ് നിങ്ങൾക്ക് മുൻപേ ഈ അനുഭവത്തിൽ കൂടി കടന്നു പോയതാണ്. കർത്താവ് പറഞ്ഞു, ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 118-ന്റെ 8-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഇത് വേദപുസ്തകത്തിലെ മധ്യത്തിലുള്ള വാക്യം. ഈ വാക്യത്തെ നമ്മുടെ ജീവിത പ്രയാസങ്ങളുടെ മധ്യത്തിൽ ഒന്ന് സ്വീകരിക്കാമോ? ജീവിതത്തിൻ്റെ ഗത്സമനയിൽ കൂടി കടന്നു പോകുന്നവരായ നാം ആ ക്രൂശിലേക്ക് ഒന്ന് നോക്കുക. അവിടെ മറ്റാരേക്കാളും പരിഹാസവും നിന്ദയും സഹിച്ചവൻ നിങ്ങൾക്കായി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രയാസങ്ങൾ കർത്താവിൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുക. നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്ന കർത്താവ് നിങ്ങളുടെ വിഷമങ്ങൾക്ക് ഒരു പരിഹാരകനാണ്. ഈ ഒരു ഉറപ്പോടെ മുൻപോട്ട് പോകാൻ എല്ലാവർക്കും ഇടയാകട്ടെ. ഈ ദുഃഖവെള്ളി എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വലിയ വെള്ളിയാഴ്ചയായി തീരട്ടെ. ആമേൻ.